കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാട്ടോ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ഇന്ന് നടക്കുന്നതിനിടക്ക് ഒരു കാട് കണ്ടു. അപ്പോൾ വിചാരിച്ചു ആ കാടിൻ്റെ അകത്തൊന്ന് കയറി കണ്ടേക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയുള്ളൊരു കാടാട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മളിതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ട് കയറും കേട്ടോ. മൊത്തമാണെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്ന കാരണം വഴിയൊക്കെ ചളപുളയായിരുന്നു. പിന്നെ കുഞ്ഞി ഇടവഴിയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പണ്ടൊക്കെ നമ്മൾ നടന്നു പോകുന്ന നമ്മുടെ അവിടെയൊക്കെയുള്ള ഇടവഴിയൊക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ചുറ്റിനും ക്രിസ്മസ് ട്രീയും പിന്നെ കുറേ പാറകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. ഇതാണെങ്കിൽ നമ്മൾ നേരെ കയറുന്ന കാടല്ല, ഇത് കയറി കയറി മേളിലോട്ട് കയറുന്ന ടൈപ്പാട്ടോ. ഒരു മല പോലെയാണ് ഈ സാധനം സത്യത്തിൽ. ഞങ്ങൾ കുറച്ച് ഒരു 100-300 മീറ്റർ നടന്നപ്പോഴേക്കും കുറച്ചൊക്കെ ഒരു മലയുടെ മുകളിലെത്തി കേട്ടോ. ദേ അവിടെ നിന്നിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കാണാനായിട്ട്. ചെറിയൊരു തണുപ്പും കാറ്റും അതുപോലെ തന്നെ വെയിലും ഇതെല്ലാം കൂടെ കലർന്നിട്ടൊരു ഫീല്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം കുറച്ച് നേരം ഇരുന്നു. പിന്നെ അപ്പുറത്തോട്ട് ഇച്ചിരി കൂടെ കയറി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വ്യൂ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം കുറച്ച് നേരം കയറി. മൊത്തം 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ആ മഴ കാരണം എല്ലായിടത്തും ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അത് കാരണം തെന്നിപ്പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാണ് നിന്നത് എല്ലായിടത്തും. പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോയെന്ന് ചുമ്മാ ഒന്ന് കാണാമെന്ന് കരുതി. കാടൊന്ന് കയറി ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഒരുപാട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത് ഞങ്ങൾ അത്രയും കയറിയത് വെച്ചിട്ട്. പിന്നെ കുറച്ചങ്ങ് മണ്ടയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇച്ചിരി പേടി തുടങ്ങി. അവൾ പറഞ്ഞു നമുക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മൾ വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ പാറയുടെ മണ്ടയ്ക്കൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന്. ഇവിടെ എന്തുകൊണ്ട് വന്നില്ല, പിന്നെ വരുമ്പോൾ അത് കുറച്ച് കട്ടൻ ചായയും പിന്നെ അതുപോലെ കപ്പലിൻ്റെയൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ ഇച്ചിരിയുടെ രസം ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുത്ത് അവർക്കും സന്തോഷമായി. നമ്മൾ ഇരിക്കുന്നിടത്ത് ചുറ്റിനും ബ്ലൂബെറിയുടെയൊക്കെ ചെടി നിൽപ്പുണ്ട്, പക്ഷേ കായൊന്നും ഇല്ല കേട്ടോ, എല്ലാം പറിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കോ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ. കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളങ്ങ് ഇറങ്ങിപ്പോയി. ഇറങ്ങാൻ നേരത്തായിരുന്നു ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കയറുന്ന അത്ര എളുപ്പമല്ലായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മഴയൊക്കെ പെയ്തത് കാരണം എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയില്ല, തെന്നിപ്പോയാൽ അവിടെ കിടക്കും. അത് കാരണം ഇച്ചിരി പാടുപെട്ടാണ് ഇറങ്ങിയത് അവിടെ നിന്ന്. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.